ഇതുവരെ നമ്മുടെ ചർച്ച നടന്നിട്ടില്ല. എന്നാൽ ഇവിടെ 20-ാം തീയതി ഒഴിപ്പിക്കൽ വിഷയം കഴിഞ്ഞ് 22-ാം തീയതി ഒരു കളക്ടറേറ്റിൽ ചർച്ച നടത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് അവിടെ ആവശ്യപ്പെട്ടത് ഞങ്ങളിവിടെ ഇത്ര വർഷമായിട്ട് താമസിക്കുന്നതാണ്, ഈ പറയുന്ന ഈ സ്ഥലം 19 ഏക്കർ ഒരു ഹൈക്കോടതി ഉത്തരവുണ്ട്, അതൊന്ന് അളന്ന് തിട്ടപ്പെടുത്തണം, അതാണ് ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളിവിടുന്ന് പോവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത്ര വർഷങ്ങൾ താമസിക്കുന്നതാണ്, ഇവിടെ അച്ഛനൊക്കെ അടക്കം ചെയ്തതാണ്, അമ്പലമുണ്ട്, ഞങ്ങൾ സർപ്പക്കാതൊക്കെ ഞങ്ങൾ സംസാരിച്ചാണ് അവിടെ, അത് സംസാരിച്ച് ഞങ്ങൾ പോന്നു. പക്ഷേ നമ്മളിതുവരെ പുനരധിവാസമോ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല, വേറൊരു ചർച്ചയും നടന്നിട്ടില്ല. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി സഭയെ പറഞ്ഞു നമുക്ക് വീട് സ്ഥലം വേറെ തരാം, അവർ നമ്മൾ സമ്മതിച്ചെന്നൊക്കെ പറയും. ഞങ്ങളായിട്ട് ഇതുപോലെ ഇതുപോലെ ചർച്ച ചെയ്യാതെ പിന്നെ എങ്ങനെ സമ്മതിച്ചെന്ന് നമുക്കറിയില്ല. ഇനി അതിൻ്റെ വേറെ താല്പര്യത്തിന് പുറത്ത് പറയണമെന്ന് അറിയാൻ പാടില്ല, മറ്റുള്ളവർ താല്പര്യത്തിന് പുറത്ത് പറയണമെന്ന് അറിയാനും പാടില്ല. ഞങ്ങൾ ഇതുവരെ ചർച്ച വന്നിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, ഈ ഒരു ചർച്ച ഇതിനും നടന്നിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി സംസാരത്തിൽ നമ്മളത് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞത് ഈ സ്ഥലം 19 ഏക്കർ അളന്ന് തിട്ടപ്പെടുത്തുക, പുറമ്പോക്ക് ഭൂമി കണ്ടെത്താൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ സമ്മതിച്ചെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് അറിയില്ല. ഞങ്ങൾ ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞു, ഇതുവരെ ചർച്ച നടത്തിയിട്ടുമില്ല, അങ്ങോട്ട് സംസാരം ഇതുവരെ വന്നിട്ടുമില്ല. ഓക്കെ. ഇല്ല, അന്ന് നമ്മൾ പറഞ്ഞത് പുനരധിവാസമല്ല വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാനോ വേണം, നമ്മൾ ഇത്ര വർഷമായിട്ട് താമസിക്കുന്നത്. അപ്പോഴും മന്ത്രിയോട് നമ്മൾ അത് സംസാരിച്ചിട്ടുള്ളൂ. അതിൽ കഴിഞ്ഞ ദിവസം തുളസി മന്ത്രി വന്നപ്പോഴും നമ്മൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഈ 19 ഏക്കർ അളന്ന് തിട്ടപ്പെടുത്തണം. അപ്പോൾ മന്ത്രി പറഞ്ഞത് ഞങ്ങൾ റവന്യൂ മന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നാണ് പറയുന്നത്. ഹൈക്കോടതി ഉത്തരവ് തന്നെയാണ് അതും, ഈ 19 ഏക്കർ അളന്ന് പുറമ്പോക്ക് കണ്ടെത്തുന്നത്, അതും ചെയ്യാമെന്നാണ് തുളസി മന്ത്രി അന്ന് പറഞ്ഞിട്ട് പോയത്. വേറെ നമ്മൾ പുനരധിവാസമോ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടില്ല അവരായിട്ട്. ഇല്ല, നമ്മളത് സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇല്ല, നമ്മൾ സംസാരിക്കാം, ഇത്ര വർഷം താമസിക്കുന്നതാണ്, സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ് ഇത്. സർക്കാർ ഈ പറയുന്ന 19 ഏക്കർ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, അതൊന്ന് അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ഒറിജിനലാണോ ഫേക്കാണോ എന്ന്. അതാണ് നമ്മുടെ ആവശ്യം. ഈ 19 ഏക്കർ അളക്കുക, ഇതൊരു തീരുമാനം ഉണ്ടാക്കുക, അതാണ് നമ്മുടെ ആവശ്യം. റീസർവ് തന്നെ ആവശ്യപ്പെടുന്നത്. നമ്മൾ കൊടുത്തിട്ടുണ്ട്, സർക്കാർ രേഖകൾ പുറമ്പോക്കാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഉറപ്പിച്ച് പറയണത് ഇത് അളന്ന് തിട്ടപ്പെടുത്തണം, ഹൈക്കോടതി ഉത്തരവ് തന്നെയാണ് ഇത് നടക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ചതാണ്, അത് ചില വ്യക്തികളുടെ താല്പര്യത്തിൽ അത് നിർത്തലാക്കാൻ വേണ്ടി കുറേ പത്രസമ്മേളനം നടത്തിയുണ്ട്. അത് അന്ന് നടന്നു പോയിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ലായിരുന്നു. അന്ന് ഈ 19 ഏക്കർ അളന്നിരുന്നെങ്കിൽ ഇത്രയും വിഷയം വരില്ലായിരുന്നു. പുനരധിവാസം നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം നമ്മൾ ഇത്ര വർഷം 100 വർഷമൊക്കെ താമസിക്കുന്നതാണ്, നമുക്ക് ഇവിടം വിട്ട് വേറെ എങ്ങോട്ട് പോകാനാണ്. കാരണം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്നത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നുള്ളൂ. സർക്കാർ അളക്കട്ടെ, ഇതും ഹൈക്കോടതി ഉത്തരവ് തന്നെയാണല്ലേ, സർക്കാർ അളക്കട്ടെ എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്, സർക്കാർ അളന്ന് തിട്ടപ്പെടുത്തട്ടെ എന്ന് നമ്മളും പറയുന്നുള്ളൂ. ഈ കളക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ അപ്പോൾ ഈ പുനരധിവാസം എന്ന് പറയുന്ന ഒരു കാര്യമേ പരാമർശിച്ചിട്ടില്ല അവിടെ. അത് ഞങ്ങൾ ചർച്ചയിൽ പറഞ്ഞില്ല, പക്ഷേ പുറത്ത് മന്ത്രി വന്നാൽ സംസാരിച്ചു, പക്ഷേ ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല. കാരണം നമ്മളങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല കേസ്. പുനരധിവാസം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അത് ജനകീയ സമിതി, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ ജനകീയ സമിതിയുണ്ട്, അവരാലോചിച്ച് എന്താണെന്ന് വെച്ചാൽ അതിന് തീരുമാനിക്കും. നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവില്ലെന്ന് തന്നെ പറഞ്ഞു. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ 19 ഏക്കർ അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ ആവശ്യം. കാരണം ഞങ്ങൾ വേറെ പുറത്തു പോകാൻ വേറെ വഴിയില്ല. നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിലത്തെ സ്വന്തം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കാശ് കൊണ്ടാണ് ഈ പേരൊക്കെ വന്നിരുന്നത്. വേറെ ഈ പറഞ്ഞ ഈ റോഡ് വരെയും ഈ കനാൽ, ഈ പാലം, ഇതൊക്കെ സർക്കാരിൽ നിന്ന് അനുഭവിച്ചാണ്. കുറേ കാര്യങ്ങൾക്കായിട്ട് വീടിൻ്റെ മെയിൻ്റനൻസ് ഇതൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ അറിയില്ല. അതെന്താണെന്ന് വെച്ചാൽ സമിതി ആലോചിച്ച് നമ്മൾ തീരുമാനിക്കും. എല്ലാ കുടുംബങ്ങളും അങ്ങനെയാണ്. അതെ. നോട്ടീസ് കിട്ടിയോ? പറഞ്ഞിരുന്നു. അത് ചെയ്തിട്ടില്ല, അതാണ് പറയുന്നത്. അത് ഈ രേഖകളൊന്നും ഹാജരാക്കിയിട്ടില്ല. നമ്മൾ ഹാജരാക്കത്താണ് പ്രശ്നം. ഈ 19 ഏക്കർ അളന്നു കഴിഞ്ഞാൽ ഈ വിഷയം തീരാവുന്ന കേസുള്ളൂ. ഈ 19 ഏക്കർ അളക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. റീസർവ് ചെയ്യണം. ഹൈക്കോടതി പറഞ്ഞ സമയം അടുത്ത തിങ്കളാഴ്ച അവസാനിക്കുകയാണ്. നിങ്ങൾ സമരം ആരംഭിക്കുന്നുണ്ടോ? സമരം എന്ന് വെച്ചാൽ നമ്മൾ സമിതിയായിട്ട് ആലോചിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വി.ഡി. സതീശൻ കള്ളം പറഞ്ഞാണ് സഭയിൽ. അത് കള്ളം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചതാവാം.
മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി. കാരണം നമ്മൾ ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല, ഒരാളായിട്ട് ഇവിടെ ചർച്ച നടത്തിയിട്ടില്ല. പിന്നെ എന്തിനടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ആ ഓക്കെ. അല്ല, നമുക്ക് പറയാനുള്ളത് നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ ഈ സ്ഥലം അളക്കാൻ തന്നെ നമ്മളും പറയുന്നുള്ളൂ. സർക്കാർ ഈ സ്ഥലം ഇത് ഏറ്റെടുത്ത് സർക്കാർ നടത്തണമെന്ന് നമ്മളും പറയുന്നുള്ളൂ. വളർന്നു കഴിഞ്ഞ് ഭൂമി ഇപ്പോൾ ശങ്കരനാരായണൻ തെളിഞ്ഞു കഴിഞ്ഞാലും ആ സമയത്ത് ഇതേ പ്രശ്നങ്ങൾ വരില്ല. സർക്കാർ രേഖകൾ പുറമ്പോക്കം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അളക്കാൻ പറയുന്നത്. മനസ്സിലായില്ല? ഈ പറയുന്ന രേഖകൾ ഫൈക്കാണെന്നുള്ളതുകൊണ്ടാണ് നമ്മളും പറയുന്നത് അളക്കാൻ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം മുന്നേ ഇവർ അളക്കുന്നു പറഞ്ഞ് ഈ കമ്മീഷൻ വന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ അന്ന് ഇവിടെ ചാനലരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അളവ് നടന്നില്ല, പക്ഷേ അവർ റിപ്പോർട്ട് കൊടുത്ത് അളന്നെന്നും പറഞ്ഞു. അതപ്പോൾ അതെന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയാലോ. അഭിഭാഷക കമ്മീഷൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അന്ന് അളന്നെന്നും പറഞ്ഞ റിപ്പോർട്ട് എടുത്ത് ഒഴിപ്പിക്കാനായിട്ട് വരുന്നത്. ഇത് അളവ് നടത്തിയിട്ടില്ല. അന്ന് ഇതുപോലെ ഈ നെയ്ബറിംഗ് അതോറിറ്റിക്കൊക്കെ നോട്ടീസ് വെക്കാൻ പറഞ്ഞേക്കണതാണ്, കൊടുത്തിട്ടില്ല. അതുപോലും ചെയ്യാതെയാണ് ഇപ്പോൾ അളന്നെന്നും പറഞ്ഞ് പൊളിപ്പിക്കാനായിട്ട് വരുന്നത്. ഇത് പെരിയാർ വാലി കനാൽ ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല. പെരിയാർ വാലിക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല അളക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അളക്കുമ്പോൾ പെരിയാർ വാലിക്ക് നോട്ടീസ് കൊടുക്കണം, അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല, അങ്ങനെ അളവ് ചെയ്തിട്ടില്ല. എന്നിട്ട് ചെയ്തെന്നും പറഞ്ഞാണ് അവർ റിപ്പോർട്ട് കൊടുത്തത്.